എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥേമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. പ്രകൃതിയെ മുഴുവൻ ഈശ്വരനായിട്ട് സങ്കല്പിക്കാൻ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവൻ പല വസ്തുക്കളിൽ ഈശ്വരനെ കാണാനായി പഠിച്ചു. ആൽമരത്തിൽ, ഭാരതപ്പുഴയിൽ, മലകളിൽ എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഒരേ ഈശ്വരൻ തന്നെയാണ് എന്ന് നമ്മൾ പഠിച്ചു. ആ മുഴുവൻ പ്രകൃതി സങ്കല്പത്തിലുള്ള ഈശ്വര ചൈതന്യത്തെ ഒരൊറ്റ സ്ഥലത്ത് നമുക്ക് ദർശിക്കാൻ സാധിക്കുമെങ്കിൽ ആ സങ്കല്പത്തെ വിളിക്കുന്ന പേരാണ് കാവ് എന്നുള്ളത്. കാവിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ദ്രാവിഡമായിട്ടുള്ള ആരാധനയുടെ പാരമ്പര്യം കൂടിയാണ്. കാവുകൾ നമ്മളുടെ അഭിമാനമാണ്. ആ കാവുകളുടെ നിലനിൽപ്പിലായിരുന്നു നമ്മളുടെ നാട് നിലനിന്നിരുന്നത്. എന്നാണോ കാവുകൾ ഇല്ലാതായി തുടങ്ങിയത്, അന്ന് തൊട്ടാണ് നമ്മുടെ ധർമ്മത്തിനും ഒപ്പം ഈ പരിസ്ഥിതിക്കും വലിയ തരത്തിലുള്ള ആഘാതങ്ങൾ വന്നു തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സനാതനധർമ്മത്തിൽ ഈ കാവുകൾക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്നേ ദിവസം നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് പൊതുവിലുള്ള ഒരു ധാരണയുണ്ട്, കാവുകൾ എന്നുള്ളത് എന്തോ കുറച്ച് കുറഞ്ഞ ഒരു ആരാധനാലയവും ക്ഷേത്രം എന്ന് വിളിക്കപ്പെടുന്നത് വളരെ മഹത്തരമായിട്ടുള്ളൊരു ആരാധനാലയം. അങ്ങനെ രണ്ട് ചിന്തയിൽ ഈ രണ്ട് ആരാധനാ സമ്പ്രദായങ്ങളെ കാണുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്. ഞങ്ങൾ ക്ഷേത്രങ്ങളിൽ മാത്രമേ പോകാറുള്ളൂ, അവിടെയാണ് എല്ലാം കൃത്യമായി നടക്കുന്നത്, അവിടെയാണ് ശരിയായ ഈശ്വരനുള്ളത് എന്നൊക്കെ പറയുന്ന മനുഷ്യരെയും പലപ്പോഴായും കാണാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ ആരും തന്നെ കാവാണോ വലുത്, ക്ഷേത്രമാണോ വലുത്, അതിലെവിടെയാണ് കൂടുതൽ ചൈതന്യം എന്നൊന്നും പരിശോധിക്കാൻ അർഹരല്ല എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം ഈ എല്ലാ സമ്പ്രദായങ്ങളും കൂടെ ചേർന്നതാണ് സനാതനധർമ്മം. ഇവിടെ കാവിനും സ്ഥാനമുണ്ട്, ഇവിടെ ക്ഷേത്രങ്ങൾക്കും സ്ഥാനമുണ്ട്, ഇവിടെ വ്യക്തിപരമായിട്ടുള്ള വീട്ടിലുള്ള ആരാധനയ്ക്ക് സ്ഥാനമുണ്ട്. ഇങ്ങനെ എല്ലാത്തിനും സ്ഥാനമുള്ള ഒരു ധർമ്മമാണ് സനാതനധർമ്മം. ഇതൊക്കെ ഒരു മാലയിൽ കോർത്ത മുത്തുപോലെ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഈ ധർമ്മം കൂടുതൽ ശക്തി പ്രാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാവിനുള്ള മാഹാത്മ്യം ക്ഷേത്രത്തിനുമുണ്ട്, ക്ഷേത്രത്തിനുള്ള മാഹാത്മ്യം കാവിനുമുണ്ട് എന്ന് മനസ്സിലാക്കുക. അതിൽ കാവിൻ്റെ മാത്രം കുറച്ച് പ്രത്യേകതകളെക്കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ അവിടെ കൃത്യമായിട്ടുള്ള നിയമം പാലിക്കേണ്ടതാണ്. അവിടെ കൃത്യസമയത്ത് നട തുറക്കുന്നു, കൃത്യസമയത്ത് നട അടയ്ക്കുന്നു, ഇത്ര പൂജകൾ നടക്കുന്നു. അത് നിത്യപൂജാ സമ്പ്രദായത്തിൽ നടക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുന്നു. ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചറിൽ, ഒരു വിധിക്കപ്പെട്ട രീതിയിൽ തന്നെ ആരാധന നടക്കുന്ന കേന്ദ്രമാണ് ക്ഷേത്രങ്ങൾ. എന്നാൽ കാവിലേക്ക് വരുമ്പോൾ അവിടെ പലപ്പോഴും ഇത്ര നിയമങ്ങളുടെ ഒരു കെട്ടുപാടുകൾ നമുക്ക് കാണാൻ സാധിക്കില്ല. നമുക്ക് ഏത് സമയം വേണമെങ്കിലും കാവിലേക്ക് പ്രവേശിക്കാം. ശരീരത്തിന് ശുദ്ധി ഉണ്ടായാൽ മതി, മനസ്സിന് ശുദ്ധി ഉണ്ടായാൽ മതി, വാക്കിന് ശുദ്ധി ഉണ്ടായാൽ മതി. ഉച്ച സമയത്ത് വേണമെങ്കിൽ ഉച്ചയ്ക്ക് പോവാം, രാവിലെ പോകണമെങ്കിൽ രാവിലെ പോവാം. നമ്മളാണ് അവിടുത്തെ ആരാധന ക്രമീകരിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് മുമ്പ് ആ കാവ് ആരാണോ പരിപാലിച്ചിരുന്നത് അദ്ദേഹത്തെ പോലുള്ള ഗുരുജനങ്ങളുടെ ഉപദേശപ്രകാരം വേണം പിന്നീടുള്ള കാലം ആ കാവിനെ കൊണ്ടു നടക്കാൻ. ഈ രണ്ട് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളാണ് ഒരു ക്ഷേത്ര സംസ്കാരവും കാവ് സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എടുത്തു പറയാനുള്ളത്. രണ്ട്, കാവ് എന്ന് വിളിക്കപ്പെടുന്ന രീതി കുറച്ചുകൂടെ കൂടുതൽ ക്ഷേത്രത്തെക്കാൾ കൂടുതൽ പ്രകൃതിയുമായിട്ട് ഇണങ്ങിയ ഒരു ആവാസ വ്യവസ്ഥയാണ്. അവിടെ എല്ലാ തരത്തിലുള്ള ജീവജാലങ്ങൾക്കും സ്ഥാനമുണ്ട്. അവിടെ മരങ്ങളെ ആരാധിക്കുന്നുണ്ട്, ആ കാവിൽ താമസിക്കുന്ന ജന്തുമൃഗാദികളെ ആരാധിക്കുന്നുണ്ട്, അവിടെയുള്ള ഉരകങ്ങളെ, സർപ്പങ്ങളെ ആരാധിക്കാറുണ്ട്. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഒരു കാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷേത്ര സംസ്കാരം നമ്മുടെ കേരളീയ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ ആദ്യകാലത്ത് നിലനിന്നിരുന്നത് കാവ് സങ്കല്പങ്ങളാണ് എന്ന് പല ചരിത്രകാരന്മാരും പണ്ഡിതന്മാരും അഭിപ്രായപ്പെടാറുണ്ട്. ആ കാവിലിരിക്കുന്ന ദേവതകളായിരുന്നു ആദ്യകാലത്ത് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത് എന്നാണ് വലിയൊരു അവകാശവാദം. ആരൊക്കെയാണ് ആ ദേവതകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് ഭഗവതി തന്നെ. അതിൽ തന്നെ കാളി ഭഗവതിയുടെ സാന്നിധ്യം കാവുകളിൽ നിരന്തരം ഉണ്ടാവും എന്നാണ് പൊതുവിൽ പറയാറുള്ളത്. കേരളത്തിൽ തന്നെ 13 ശാക്തേയ കാവുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. വളയനാട് കാവും, തിരുമാന്താംകുന്ന് കാവും, കൊടുങ്ങല്ലൂർ കാവും ഒക്കെ അടങ്ങുന്ന ഈ 13 സ്ഥലങ്ങളെയും നമ്മൾ ഇപ്പോഴും വിളിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ഒരു രീതിയിലാണ് അവിടുത്തെ സമ്പ്രദായങ്ങളെങ്കിൽ പോലും അതൊക്കെ ഇന്നും കാവുകൾ തന്നെയാണ്. ദേവി കാവിലിരിക്കാൻ താല്പര്യപ്പെടുന്നവളാണ്, അവൾ കാവിലമ്മയാണ്. പിന്നീട് നമുക്ക് കാവിലെ ആരാധനയിൽ കാണാൻ പറ്റുന്ന ഏറ്റവും
വിശേഷപ്പെട്ട ദേവതാഭാവം നാഗങ്ങളാണ്. നമ്മുടെയൊക്കെ പലരുടെയും തറവാടുകളിൽ പണ്ട് നാഗക്കാവുകൾ ഉണ്ടായിരുന്നു. നാഗങ്ങളെ ആരാധിക്കുന്നതും കാവ് സങ്കല്പത്തിലാണ്. ശാസ്താവിൻ്റെ രൂപമായിട്ടുള്ള അയ്യപ്പനും കാവുകളാണ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നത്. യക്ഷിക്ക് ഇവിടെ കാവുകൾ ഉണ്ടായിരുന്നു, ഗന്ധർവന് ഇവിടെ കാവുകൾ ഉണ്ടായിരുന്നു, ഹനുമാന് ഇവിടെ കാവുകൾ ഉണ്ടായിരുന്നു, ഗരുഡന് ഇവിടെ കാവുകൾ ഉണ്ടായിരുന്നു. ഇത്രയധികം വിപുലമായിട്ടുള്ള ഒരു കാവ് പാരമ്പര്യം കേരളത്തിന് അവകാശപ്പെടാനുണ്ട്. പ്രത്യേകിച്ച് നാഗാരാധനയിലൊക്കെ കാവിൻ്റെ സാന്നിധ്യം ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് നാഗങ്ങളെ ആരാധിക്കാൻ സാധിക്കുക? അവരുടെ ജീവനോട് കൂടിയിട്ടുള്ള സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കുന്ന, പ്രത്യക്ഷത്തിൽ ആ ഈശ്വരനെ നമുക്ക് കണ്ടു പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന കേന്ദ്രങ്ങളായിരുന്നു ഈ പറഞ്ഞ കാവുകളൊക്കെ തന്നെ, വിശേഷിച്ച് നാഗക്കാവുകൾ. ഇന്ന് പല സ്ഥലത്തും നമ്മൾ കാണുന്നത് കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കുള്ളിലിരിക്കുന്ന ചിത്രകൂടങ്ങളും നാഗരാജാവായിട്ടുള്ള വാസുകിയും അനന്തനും ഒക്കെയാണ്. അതൊക്കെ പൂർണ്ണതോതിൽ ആ ചൈതന്യം അവിടെ ഉണ്ടോ എന്ന് പറയാൻ ഞാൻ ആളല്ല. എങ്കിലും അവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും ആ പഴയ കാവ് സങ്കല്പത്തിലേക്ക് ഒന്ന് തിരിച്ചു പോകാൻ സാധിച്ചിരുന്നെങ്കിലെന്ന്. അതുകൊണ്ട് സനാതനധർമ്മത്തിൽ കാവുകളുടെ പാരമ്പര്യം വളരെ വലുതാണെന്ന് മനസ്സിലാക്കി നമ്മളുടെ നിലവിലുള്ള കാവുകളെ സംരക്ഷിക്കാനും കൂടുതൽ കാവുകൾ ഉണ്ടാക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.